നെക്സ്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് മോളിക്കുലാർ ഫോർമുല. മോളിക്കുലാർ ഫോർമുല ഡിറ്റർമൈൻ ചെയ്യാൻ എക്സാമിന് എംപിരിക്കൽ ഫോർമുല ഡിറ്റർമൈൻ ചെയ്യാൻ ചോദിക്കുന്ന അതേ ഇമ്പോർട്ടൻസിൽ മോളിക്കുലാർ ഫോർമുല ഡിറ്റർമൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ചെറിയ ഡിഫറൻസ് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും ഡിറ്റർമൈൻ ചെയ്യാനുള്ളൂ. ഇപ്പം നമ്മൾ ഡിറ്റർമിനേഷൻ ഓഫ് മോളിക്കുലാർ ഫോർമുല ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ മോളിക്കുലാർ ഫോർമുല കണ്ടെത്തേണ്ട ആ കോമ്പൗണ്ടിൻ്റെ എംപിരിക്കൽ ഫോർമുല ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ടാവുക പ്രോബ്ലത്തിൽ? സ്റ്റെപ്പ് 1 ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ഉണ്ടാവുക? പേഴ്സൻറ്റേജ് തന്നിട്ടുണ്ടാവും, അതിന് ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് മോൾസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. തേർഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് മോൾ ആർക്കാന്ന് കണ്ടെത്തുക. ലീസ്റ്റ് നമ്പർ ഓഫ് മോൾസ് ആർക്കാന്ന് കണ്ടെത്തിയിട്ട് ആ ലീസ്റ്റ് നമ്പർ ഓഫ് മോൾസ് കൊണ്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ കിട്ടിയ നമ്പർ ഓഫ് മോളുകളെ ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്കൊരു ഡിജിറ്റ് കിട്ടും. ഫോർത്ത് സ്റ്റെപ്പിൽ എന്താ നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്? ആ കിട്ടിയ ഡിജിറ്റുകളെ അതാത് എലമെൻറ്റിൻ്റെ അടുത്ത് എഴുതി വെക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടി? എംപിരിക്കൽ ഫോർമുല കിട്ടി. ഫോർത്ത് സ്റ്റെപ്പ് വരെ മോളിക്കുലാർ ഫോർമുല ഫൈൻഡ് ഔട്ട് ചെയ്യാനും എംപിരിക്കൽ ഫോർമുല ഫൈൻഡ് ഔട്ട് ചെയ്യാനും ഒരേ സ്റ്റെപ്പിലാണ് പോവേണ്ടത്. ഇനി എംപിരിക്കൽ ഫോർമുല ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്? മോളിക്കുലാർ ഫോർമുല. മോളിക്കുലാർ ഫോർമുല ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി മോളിക്കുലാർ ഫോർമുലയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇത് കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് n ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. n ഇൻറ്റു എംപിരിക്കൽ ഫോർമുല ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മോളിക്കുലാർ ഫോർമുല കിട്ടും. ഇവിടെ നമുക്കറിയേണ്ടതാ എംപിരിക്കൽ ഫോർമുല നമുക്കറിയാം അല്ലേ? കിട്ടി. ഫോർത്ത് സ്റ്റെപ്പിലൂടെ എംപിരിക്കൽ ഫോർമുല കിട്ടി. ഇനി n എന്ന് പറയുന്ന ഇതിൻ്റെ വാല്യൂ ഇതാണ് നമ്മൾ എങ്ങനെയാണെന്ന് കണ്ടെത്തേണ്ടത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. മോളിക്കുലാർ ഫോർമുല ഡിറ്റർമൈൻ ചെയ്യാൻ വന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഷുവറായിട്ട് നമുക്ക് മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ടാവും. ആ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണെങ്കിൽ അത് തന്നിട്ടുണ്ടാവും. അപ്പോൾ n എന്ന് പറയുന്നത് മോളിക്കുലാർ മാസ്, നമ്മളെ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. എംപിരിക്കൽ ഫോർമുലയുടെ മാസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ അതായിരിക്കും n. ഇത് മിക്കവാറും ഒരു 1, 2 എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു 5ൻ്റെ ഉള്ളിൽ ഡിജിറ്റാണ് നമുക്ക് n വാല്യൂ കിട്ടുക. ഈ കിട്ടുന്ന n വാല്യൂവിനെ എംപിരിക്കൽ ഫോർമുലയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? മോളിക്കുലാർ ഫോർമുല കിട്ടും. ഇനി നമുക്ക് ഒരു പ്രോബ്ലം വെച്ചിട്ട് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം.